കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുമായി ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ചർച്ചയെന്ന് കെ.വി. തോമസ് 24നോട് പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ സമരം ചർച്ചയാകില്ല എന്നും കെ.വി. തോമസ് വ്യക്തമാക്കി. എയിംസിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഞാനും RCയും കൂടിയാണ് പോകുന്നത്. നമ്മൾ കോഴിക്കോട് ഉദ്ദേശിച്ചിട്ടുണ്ട് വ്യക്തമായി. ഇത് ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കുന്നത്. ഇത് മന്ത്രികാര്യാലയത്തിൽ നിന്നും ഓഫീസിൽ നിന്നുമാണ് നമ്മൾ അറിയിച്ചത്. ഇങ്ങനെ ചർച്ച ഇന്ന് വെച്ചിട്ടുണ്ട്. സെക്രട്ടറി അതിൽ പങ്കെടുക്കും എന്നുള്ളത്. നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കുറേ നാളുകളെടുക്കും. ഒന്ന് RCCയുടെ അപ്ഗ്രഡേഷൻ, വയനാടുള്ള മെഡിക്കൽ കോളേജ്, അതോടൊപ്പം എയിംസ്. ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും വെച്ചത്. അതിലിപ്പോൾ അവർ വ്യക്തമായി പറഞ്ഞു എയിംസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പം പ്രതീക്ഷയാണല്ലോ നമ്മളെ നയിക്കുന്നത്. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഒരു ചർച്ച എന്നുള്ള നിലയിൽ പോസിറ്റീവായ സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളത് പ്രധാനമാണ്. എന്താണ് കെ.വി. തോമസുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിച്ചത്? വിനീത, കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുമായിരിക്കും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. എയിംസ് തന്നെയാണ് കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ ഈ കൂടിക്കാഴ്ചയ്ക്കായി കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയതെന്നും കെ.വി. തോമസ് 24നോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഏറെ നാളായിട്ടുള്ള ഒരു ആവശ്യമാണ് എയിംസ് എന്നുള്ളത്. എയിംസ് കോഴിക്കോട് വേണമെന്ന് നേരത്തെ തന്നെ കേരളം പ്രപ്പോസൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെയാകും ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയുണ്ടാവുക. ഒപ്പം കെ.വി. തോമസിനൊപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിനൊപ്പം തന്നെ റെസിഡന്റ് കമ്മീഷണർ, കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണറും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേന്ദ്രം ഈ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചർച്ചയ്ക്കായാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാരുടേത് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യില്ല എന്നും കെ.വി. തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ മന്ത്രി വീണ ജോർജ് എത്തിയപ്പോഴും വയനാടും ഒപ്പം കാസർഗോഡും ഒക്കെ കേരളം മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്നും അവിടെയൊക്കെ കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ കൂടി തേടുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യവും കെ.വി. തോമസ് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം ആവശ്യങ്ങളൊക്കെ തന്നെ കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ ചർച്ച അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ എയിംസ് തന്നെയാണ്. നേരത്തെ കേരളം നൽകിയിരിക്കുന്ന പ്രപ്പോസൽ അനുസരിച്ച് ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്കായി അനുമതി ലഭിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് മാത്രമാണ് ഇന്ന് അനുമതി ലഭ്യമായിരിക്കുന്നത്. രാവിലെ 11:30ക്കാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക.